നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി. ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം ബ്രസീലിയൻ താരം വിനീഷ്യസ് ജൂനിയറിന്. ഐദാന ബുൺമാറ്റിയാണ് മികച്ച വനിതാ താരം. റയൽ മാഡ്രിഡ് പരിശീലകൻ കാർലോ ആഞ്ചലോട്ടി മികച്ച പരിശീലകൻ. എമിലിയാനോ മാർട്ടിനസ് ആണ് മികച്ച ഗോൾ കീപ്പർ. അടുത്ത വർഷം മുതൽ UAE-യിൽ എല്ലാ എമിറേറ്റുകളിലും ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കി. രാജ്യത്തെ മുഴുവൻ തൊഴിലാളികളെയും ഇൻഷുറൻസിന്റെ പരിധിയിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് നടപടി. കുറഞ്ഞ പ്രീമിയത്തിലുള്ള അടിസ്ഥാന ആരോഗ്യ ഇൻഷുറൻസും അധികൃതർ പ്രഖ്യാപിച്ചു. മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയമാണ് സുപ്രധാന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. 2025 ജനുവരി മുതൽ രാജ്യത്ത് എല്ലാ എമിറേറ്റുകളിലും ഇനി ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമായിരിക്കും. ഗാർഹിക തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാവർക്കും ഇത് ബാധകമായിരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. രാജ്യത്തെ മുഴുവൻ തൊഴിലാളികളെയും ഇൻഷുറൻസിന്റെ പരിധിയിൽ കൊണ്ടുവരിക, ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുക എന്നതാണ് പദ്ധതി കൊണ്ട് അധികൃതർ ലക്ഷ്യമിടുന്നത്. 1 വയസ്സ് മുതൽ 64 വയസ്സുവരെയുള്ളവർ ഇൻഷുറൻസിന്റെ പരിധിയിൽ വരും. കുറഞ്ഞ പ്രീമിയത്തിലുള്ള അടിസ്ഥാന ആരോഗ്യ ഇൻഷുറൻസും അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വർഷത്തിൽ 320 ദിർഹമാണ് പ്രീമിയം തുക. വടക്കൻ എമിറേറ്റിലെ തൊഴിലാളികൾക്കും ഗാർഹിക തൊഴിലാളികൾക്കുമായാണ് അടിസ്ഥാന ആരോഗ്യ ഇൻഷുറൻസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2025 ജനുവരി 1 മുതൽ ദുബായ് കെയർ നെറ്റ്വർക്കിൽ നിന്നോ അല്ലെങ്കിൽ അംഗീകൃത സേവന കേന്ദ്രങ്ങളിൽ നിന്നോ ആപ്ലിക്കേഷൻ വഴിയോ ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും. ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലാത്തവർക്ക് 2025 ജനുവരി 1 മുതൽ പുതിയ വീസ എടുക്കാനും നിലവിലുള്ള വീസ പുതുക്കാനും സാധിക്കില്ല എന്നും അധികൃതർ വ്യക്തമാക്കി. 24 ദുബായ്. ജിദ്ദയിലെ എയർലിങ്ക് കാർഗോ ഏജൻസി സീസൺ ഓഫർ പ്രഖ്യാപിച്ചു. 5.95 റിയാൽ മുതലാണ് നിരക്ക്. റമദാൻ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് ചുരുങ്ങിയ നിരക്കിൽ അതിവേഗം കാർഗോ വീട്ടിലെത്തിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഡോർ ടു ഡോർ കാർഗോ സേവന രംഗത്ത് 23 വർഷത്തെ പാരമ്പര്യമുള്ള സ്ഥാപനമാണ് എയർലിങ്ക് കാർഗോ ഏജൻസി. എയർലിങ്കും സഹോദര സ്ഥാപനമായ BM കാർഗോയും മികച്ച സീസൺ ഓഫറുകളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 4.99 റിയാൽ മുതൽ കാർഗോ നിരക്കുകൾ ആരംഭിക്കുന്നു. ജിദ്ദയിലെ എയർലിങ്ക് കാർഗോ ഏജൻസിയിൽ സീ കാർഗോ കിലോയ്ക്ക് 6.95 എയർ കാർഗോ കിലോയ്ക്ക് 12.95 റിയാലാണ് നിരക്ക്. BM കാർഗോയിൽ സീ കാർഗോ കിലോയ്ക്ക് 5.99 എയർ കാർഗോ കിലോയ്ക്ക് 11.99 റിയാലിന് സാധനങ്ങൾ അയക്കാം. റമദാൻ അവസാനം വരെ ഈ ഓഫർ ലഭിക്കുമെന്ന് എയർലിങ്ക് പ്രതിനിധി ഹാരിസ് പറഞ്ഞു. ഇപ്പോൾ റമദാനോട് ബന്ധപ്പെട്ട് നമ്മൾ 3 മാസത്തേക്ക് നല്ല ഓഫറാണ് കൊടുത്തിരിക്കുന്നത്. റിയാദിലാണെങ്കിൽ 4.99, എയർ കാർഗോ ആണെങ്കിൽ 11.99, അതേ ജിദ്ദയിലാണെങ്കിൽ 5.99, 11.99 എയറിലും. ഏകദേശം നല്ല ഡെലിവറിയാണ് കൊടുത്തത്. 7 ദിവസം കൊണ്ട് നമുക്ക് എയറിൽ ഡെലിവറി ചെയ്യാം. ഷിപ്പിലാണെങ്കിൽ 40 ദിവസം കൊണ്ട് ഡെലിവറി ചെയ്യാം. അതുപോലെ കസ്റ്റമേഴ്സിന് വരുന്ന ഡൗട്ടാണ് ഡ്രൈ ഫ്രൂട്ട്സ് എത്ര അയക്കാം, ജെയ്ത്ത് ഓയിൽ എത്ര അയക്കുക, അതുപോലെ ലേറ്റസ്റ്റ് വരുന്ന ഇലക്ട്രോണിക് ബൈക്കുകൾ അത് അയക്കാൻ പറ്റുന്നത്. ഇതെല്ലാം നമുക്ക് അയക്കാം. എല്ലാം ഷിപ്പ് ത്രൂ ആയിട്ട് അയക്കുക. അതുപോലെ ക്വാണ്ടിറ്റി പ്രശ്നമല്ല. ഡ്രൈ ഫ്രൂട്ട്സ് എത്രയും വെയിറ്റ് ലിമിറ്റ് ഇല്ല, നമുക്ക് എത്ര വേണമെങ്കിലും അയച്ചു കൊടുക്കാം. ഗ്രൂപ്പിന് കീഴിൽ നിലവിൽ 53 ബ്രാഞ്ചുകൾ സൗദിയിലുണ്ട്. ജിദ്ദയിലെ ഷറഫിയ, അസീസിയ എന്നിവിടങ്ങളിലും മക്കയിലും ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, നേപ്പാൾ, ഫിലിപ്പീൻസ്, ബംഗ്ലാദേശ്, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും GCC രാജ്യങ്ങളിലേക്കും കാർഗോ സർവീസ് ഉണ്ട്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനം തിരിച്ചിറക്കി. ബഹ്റൈനിലേക്ക് പറന്നുയർന്ന വിമാനമാണ് തിരിച്ചിറക്കിയത്. രാവിലെ 10:45 പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന്റെ ടയർ പൊട്ടിയതിനെ തുടർന്നാണ് ഉച്ചയ്ക്ക് 12:30 തിരിച്ചിറക്കിയത്. 104 യാത്രക്കാരും 8 ജീവനക്കാരും വിമാനത്തിലുണ്ടായിരുന്നു. ടയറിന്റെ ഒരു ഭാഗം റൺവേയിൽ കണ്ടതിനെ തുടർന്ന് വിമാനത്താവള അധികൃതർ പൈലറ്റിനെ വിവരമറിയിക്കുകയായിരുന്നു. ആദ്യ ലാൻഡിംഗ് പരാജയപ്പെട്ട അരമണിക്കൂറോളം വിമാനത്താവള പരിസരത്ത് വട്ടമിട്ട് കറങ്ങിയ വിമാനം ഇന്ധനം പരമാവധി കുറച്ചതിന് ശേഷമാണ് സുരക്ഷിതമായി ലാൻഡ് ചെയ്തത്. UAE-യിലെ പുതുമാപ്പ് പദ്ധതി വൻ വിജയമെന്ന് താമസ കുടിയേറ്റ വകുപ്പ് മേധാവി മുഹമ്മദ് അഹമ്മദ് അൽ മറി. നിരവധി ആളുകളാണ് പദ്ധതി പ്രയോജനപ്പെടുത്തിയത്. പുതുമാപ്പ് കാലാവധിക്ക് ശേഷം പരിശോധനകൾ ശക്തമാക്കുമെന്നും അധികൃതർ അറിയിച്ചു. UAE പ്രഖ്യാപിച്ച പൊതുമാപ്പ് പദ്ധതി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. പൊതുമാപ്പ് പദ്ധതി വൻ വിജയമാണെന്നാണ് അധികൃതർ പറയുന്നത്. സെപ്റ്റംബർ 1 മുതൽ ആയിരക്കണക്കിന് ആളുകളാണ് UAE പ്രഖ്യാപിച്ച പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി പുതുജീവിതം സ്വന്തമാക്കിയത്. ആദ്യം 2 മാസത്തേക്ക് ആരംഭിച്ച പൊതുമാപ്പ് പിന്നീട് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ്, പോർട്ട് സെക്യൂരിറ്റി 2 മാസത്തേക്ക് കൂടി നീട്ടുകയായിരുന്നു. ഈ രാജ്യം പ്രവാസികൾക്കായി നൽകിയ ഏറ്റവും വലിയ നന്മയാണ് പൊതുമാപ്പെന്നും പൊതുമാപ്പ് പദ്ധതി വൻ വിജയമാണെന്നും താമസ കുടിയേറ്റ വകുപ്പ് മേധാവി മുഹമ്മദ് അഹമ്മദ് അൽ മറി പറഞ്ഞു. Thank you all for coming today and sharing your experience of life with us. I think, as we said through the press conference, that we are one team. We are partners together. We should share our information together. I have to thank all of you. Amnesty is going to finish already 4 months. We are very happy for the results. It's extremely amazing. We should calculate the result, the benefits for everyone. Most of them
100% of them are happy. ഇന്ത്യക്കാർ ഉൾപ്പെടെ ആയിരക്കണക്കിന് താമസക്കാർ വിവിധ കമ്പനികളിൽ ജോലിയിൽ പ്രവേശിച്ച് അവരുടെ വിസ പദവി ക്രമപ്പെടുത്തുന്നതിനായി ഈ അവസരം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഒട്ടേറെ പേർക്ക് ദശലക്ഷക്കണക്കിന് ദിർഹം പിഴയാണ് UAE ഒഴിവാക്കി അവരെ സ്വദേശത്തേക്ക് തിരിച്ചയച്ചത്. ഡിസംബർ 31 വരെയാണ് പൊതുമാപ്പ് കാലയളവ്. നിയമലംഘകർ എത്രയും വേഗം നടപടി പൂർത്തിയാക്കി താമസം നിയമവിധേയമാക്കുകയോ രാജ്യം വിടുകയോ ചെയ്യണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. പൊതുമാപ്പ് അവസാനിച്ചാൽ നിയമലംഘകർക്കായി പരിശോധന ശക്തമാക്കും. പിടിക്കപ്പെട്ടാൽ തടവും പിഴയും നാടുകടത്തലുമാകും ലഭിക്കുന്ന ശിക്ഷ. ഡിസംബർ 31 ശേഷം രാജ്യവ്യാപകമായുള്ള പരിശോധനകൾ കർശനമാക്കുമെന്നാണ് നിയമലംഘകർക്ക് അധികൃതർ നൽകുന്ന താക്കീത്. ദുബായിൽ നിന്നും ശരച്ചിറങ്ങുന്നതിനൊപ്പം അരുൺ പാറാട്ട്, 24. IPL താരലേലത്തിൽ രാജസ്ഥാൻ റോയൽസിന്റെ പ്രധാന കളിക്കാരായിരുന്ന ജോസ് ബട്ട്ലറെയും യുസ്വേന്ദ്ര ചഹലിനെയും അശ്വിനെയും പോലുള്ള താരങ്ങളെ ഒഴിവാക്കേണ്ടി വിഷമമുണ്ടെന്ന് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ. തന്റെ ടീമിനെതിരെ അവർ കളിക്കുമ്പോൾ എങ്ങനെ നേരിടണം എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റ് ഉൾപ്പെടെ ഏത് ഫോർമാറ്റിൽ കളിക്കാനും താൻ സജ്ജമാണെന്നും 2024 തന്റെ കരിയറിൽ ഏറ്റവും സന്തോഷം തന്ന വർഷമായിരുന്നുവെന്നും സഞ്ജു ദുബായിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കോച്ചും ഓണർ വരെ ഇതുവരെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീട്ടിലോ ജോസ് ബട്ട്ലർ എൻ്റെ എതിരെ ബാറ്റ് ചെയ്യാൻ പറഞ്ഞത് എന്ത് ചെയ്യും, UC ചഹലിനെ സഞ്ജുവിനെ അപേക്ഷിച്ച് ബോൾ ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും, അശ്വിൻ ബോൾ ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും. അപ്പോൾ അതൊക്കെ കുറച്ച് ഈ IPL ഒരു മസാല അങ്ങനെയാണ്. ഡെഫിനറ്റ്ലി അങ്ങനത്തെ ഒരു സംഭവമാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഈ തീരുമാനം എടുത്തത്. അപ്പോൾ അതൊരു ഫ്രാഞ്ചൈസി നമ്മളെല്ലാവരും ചേർന്നെടുത്തൊരു തീരുമാനമാണ്. ടീം ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഏത് ഇന്ത്യക്ക് വേണ്ടി ഈ ഉറങ്ങി കിടക്കുമ്പോൾ വിളിച്ച് കളിക്കാൻ പറഞ്ഞാൽ കളിക്കും. അങ്ങനത്തെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. സൗദി അറേബ്യയിലെ അബീർ മെഡിക്കൽ ഗ്രൂപ്പ് 25ാം വാർഷികം ആഘോഷിച്ചു. സേവനങ്ങളിൽ എക്സ്പ്രസ്, ലാവൻഡർ ഹെൽത്ത് എന്നിങ്ങനെ 2 കാറ്റഗറികൾ കൂടി അവതരിപ്പിക്കും. 2030 ആകുമ്പോഴേക്കും 60ലേറെ ബ്രാഞ്ചുകളാണ് ലക്ഷ്യമിടുന്നത്. 2.5 ലക്ഷം പേർക്ക് സൗജന്യ പരിശോധന ഉൾപ്പെടെയുള്ള സഹായ പദ്ധതികൾ 25ാം വാർഷികത്തോട് അനുബന്ധിച്ച് നടപ്പാക്കും. ഗ്രൂപ്പിന്റെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് പ്രസിഡന്റ് ആലുങ്കൽ മുഹമ്മദ് നന്ദി അറിയിച്ചു. വ്യവസായ പ്രമുഖരും നയതന്ത്ര പ്രതിനിധികളും അടങ്ങുന്ന പ്രൗഢമായ സദസ്സിലായിരുന്നു അബീർ മെഡിക്കൽ ഗ്രൂപ്പിന്റെ 25ാം വാർഷികാഘോഷം. ജിദ്ദയിലെ റിറ്റ്സ് കാർട്ടൺ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. ഗ്രൂപ്പിന്റെ പുതിയ പദ്ധതികൾ മാനേജ്മെന്റ് പ്രതിനിധികൾ വിശദീകരിച്ചു. സ്ഥാപനത്തിന്റെ വിജയത്തിൽ സഹകരിച്ചവരോട് നന്ദി പറഞ്ഞ പ്രസിഡന്റ് ആലുങ്കൽ മുഹമ്മദ് സേവനത്തിൽ ലാവൻഡർ, എക്സ്പ്രസ് എന്നിങ്ങനെ 2 ഇനം കാറ്റഗറികൾ കൂടി അവതരിപ്പിക്കുമെന്ന് അറിയിച്ചു. 2030 ആകുമ്പോഴേക്കും 60ലേറെ ബ്രാഞ്ചുകളാണ് ലക്ഷ്യം. ഞങ്ങളുടെ പുതിയ മാറ്റങ്ങൾ പറഞ്ഞാൽ ഇതുവരെ അബീർ എന്ന ഒരു ബ്രാൻഡ് മാത്രമായിരുന്നു. ഇപ്പോൾ മാർക്കറ്റിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അബീർ എക്സ്പ്രസ് എന്ന് പറഞ്ഞ ഒരു പ്രൈമറി ഹെൽത്ത് കെയർ, അതേപോലെ ലാവൻഡർ ഹെൽത്ത് എന്ന് പറഞ്ഞ പ്രീമിയം സെഗ്മെന്റ്, പിന്നെ കുറേ പുതിയ ഹോസ്പിറ്റൽസിനും പ്ലാനുണ്ട്. 25ാം വാർഷികത്തോടനുബന്ധിച്ച് 2.5 ലക്ഷം പേർക്ക് സൗജന്യ പരിശോധനയുൾപ്പെടെ പല സഹായ പദ്ധതികളും ഗ്രൂപ്പ് പ്രഖ്യാപിച്ചു. 2.5 ലക്ഷം ആളുകൾക്ക് സൗജന്യ കൺസൾട്ടേഷൻ, പരിശോധന, ഫ്രീ കൺസൾട്ടേഷൻ, അതേപോലെ 250 ഡെലിവറി. ഞങ്ങൾക്കിപ്പോൾ 3 ഹോസ്പിറ്റലുണ്ട്. ഇപ്പോൾ ഒന്ന് ജിദ്ദയിൽ, ഒന്ന് മക്കത്ത്, ഒന്ന് റിയാദിൽ. ഈ ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു സർവീസ് ആവശ്യമുള്ള, അതിന് ആർക്കാണതിൻ്റെ ആവശ്യം അത്തരം ആളുകൾക്ക് ഫ്രീ ആയിട്ട് ഡെലിവറി നടത്തി കൊടുക്കും. 250 ഡെലിവറി 25ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട്. അതേപോലെ ഞങ്ങളടുത്ത് ഇപ്പോൾ മക്കയിൽ കാത്ത് ലാബുണ്ട്, റിയാദിലും ജിദ്ദയിലും അടുത്ത് വരും. 25 കാത്ത് ലാബ് ഹാർട്ട് അറ്റാക്കായിട്ട് വരുന്ന ആർക്കെങ്കിലും അങ്ങനത്തെ ആവശ്യമുള്ള ആളുകൾക്ക്. നിലവിൽ 3000-ഓളം ജീവനക്കാരാണ് അബീർ ഗ്രൂപ്പിന് കീഴിൽ ജോലി ചെയ്യുന്നത്. 2030 ആകുമ്പോഴേക്കും അത് 12,000 ആകുമെന്നും ആലുങ്കൽ മുഹമ്മദ് പറഞ്ഞു. ഡോക്ടർ അഹമ്മദ് ആലുങ്കൽ, ഡോക്ടർ ജംഷിദ് അഹമ്മദ്, ഖാലിദ് അൽ മൈന, ഹംസ ദാഗിസ്ഥാനി, ഗൾഫ് ഇസ്ലാമിക് ഇൻവെസ്റ്റ്മെന്റ് CEO മുഹമ്മദ് അൽ ഹസൻ തുടങ്ങിയവർ സംസാരിച്ചു. സൗദിയുടെ പരമ്പരാഗത കലാവിരുന്നുകളും ബോളിവുഡ് നൃത്തങ്ങളും ഉണ്ടായിരുന്നു. ജലീൽ കണമകലം, 24, ജിദ്ദ.
പ്രവാസി വ്യവസായി ഡോക്ടർ ബി രവി പിള്ളയ്ക്ക് ബഹ്റൈൻ സർക്കാരിന്റെ അതിവിശിഷ്ട മെഡൽ. ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയാണ് ദേശീയ ദിനത്തിൽ അതിവിശിഷ്ട അംഗീകാരമായ ഫസ്റ്റ് ക്ലാസ് എഫിഷ്യൻസി മെഡൽ സമ്മാനിച്ചത്. ആദ്യമായാണ് ഒരു വിദേശ വ്യവസായി ബഹ്റൈൻ രാജാവിൽ നിന്ന് എഫിഷ്യൻസി മെഡൽ ഏറ്റുവാങ്ങുന്നത്. ഡോക്ടർ ബി രവി പിള്ളയുടെ സമർപ്പണം ബഹ്റൈന്റെ വിവിധ മേഖലകളിലെ വികസനത്തിന് നിർണായകമായിട്ടുണ്ടെന്ന് അഹമ്മദ് രാജാവ് പറഞ്ഞു. മഹത്തായ അംഗീകാരം ഏറ്റുവാങ്ങാനായതിൽ സന്തോഷമുണ്ടെന്ന് ഡോക്ടർ രവി പിള്ളയുടെ പ്രതികരണം. സുസ്ഥിരതാ സന്ദേശമുയർത്തി അണിനിരന്ന് ഗിന്നസ് നേട്ടം സ്വന്തമാക്കി വിദ്യാർത്ഥികൾ. പേസ് എഡ്യൂക്കേഷൻ ഗ്രൂപ്പിലെ വിദ്യാർത്ഥികളാണ് വ്യത്യസ്തമായ പരിപാടി ഒരുക്കിയത്. ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂൾ അങ്കണത്തിലായിരുന്നു പരിപാടി. പതിനായിരത്തി 346 വിദ്യാർത്ഥികൾ ഒരുമിച്ച് അവരുടെ ഇഷ്ടനിറത്തിൽ തുണിസഞ്ചിയിൽ ചിത്രങ്ങൾ ഒരുക്കിയാണ് പുതിയ റെക്കോർഡിന് ഉടമകളായത്. സുസ്ഥിരതയുടെയും പരിസ്ഥിതിക അവബോധത്തിന്റെയും സന്ദേശം ഉയർത്തിക്കാട്ടി ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂൾ അങ്കണത്തിലാണ് പരിപാടി നടന്നത്. ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂൾ ഷാർജയിലെ കുട്ടികൾക്ക് പുറമെ ഗൾഫ് ഏഷ്യൻ ഇംഗ്ലീഷ് സ്കൂൾ ഷാർജ, പേസ് ഇന്റർനാഷണൽ സ്കൂൾ ഷാർജ, DPS സ്കൂൾ അജ്മാൻ, പേസ് ബ്രിട്ടീഷ് സ്കൂൾ ഷാർജ എന്നീ സ്കൂളുകളിലെ വിദ്യാർത്ഥികളും ആവേശത്തോടെ പരിപാടിയുടെ ഭാഗമായി. ഭൂമിയെ പ്ലാസ്റ്റിക് മുക്തവും പരിസ്ഥിതി സൗഹൃദവുമാക്കി ഭാവി തലമുറയ്ക്കായി സംരക്ഷിക്കുക എന്നതാണ് ഇത്തരമൊരാശയത്തിലൂടെ സ്കൂൾ ലക്ഷ്യമിടുന്നതെന്നും ഗിന്നസ് നേട്ടത്തിൽ അഭിമാനമുണ്ടെന്നും സ്കൂൾ അധികൃതർ അറിയിച്ചു. 10,346 കുട്ടികളാണ് ഇന്നത്തെ റെക്കോർഡ് അറ്റംപ്റ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്തത്. 3000 ആയിരുന്നു മിനിമം കണ്ടീഷൻ ഉണ്ടായിരുന്നത്. അതിനെ നമ്മൾ വലിയൊരു നമ്പറോട് കൂടിയാണ് നമ്മളത് സാധിച്ചെടുത്തത്. ഈ അവാർഡ് ഒരു പ്രത്യേക ചാലഞ്ചിങ്, അൺലൈക്ക് ദ പ്രീവിയസ് അവാർഡ്സ്, ലോട്ട് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, ലോട്ട് ഓഫ് ഗൈഡ് ലൈൻസ്, ഇതെല്ലാം പാലിച്ചുകൊണ്ട് നമ്മളെ ഈ 10,000-ഓളം കുട്ടികൾ വളരെ ഭംഗിയായി പിന്നെ നല്ല പെയിൻറ്റിങ്സ് ഉണ്ടാക്കിയിട്ട് സസ്റ്റൈനബിലിറ്റിനെ പ്രൊമോട്ടാക്കാനുള്ള ഒരു ചലഞ്ചാണ് ഏറ്റെടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇന്ന് സക്സസ്ഫുള്ളായി നേടാൻ പറ്റി. സോ ദിസ് ഈസ് ദ 8th Guinness World Record achieved under the banner of PACE Group and that is what we have done today. ഗിന്നസ് റെക്കോർഡ് ലഭിച്ചതിന്റെ ആവേശം വിദ്യാർത്ഥികളും പങ്കുവച്ചു. It was nice and also good experiment. That one. The experience was nice and so good. I loved the experience. I enjoyed a lot. I drawed so many things. I drawed a cloud, a flower, and a tree. I'm very happy that I can be a part of the Guinness World Record, and I have created a picture of a garden, and I am very happy and I love my school. 24 ദുബായ്. 50ാം വാർഷികം ആഘോഷിക്കുന്ന അമേരിക്കയിലെ കേരള ക്ലബ് ഡിട്രോയിറ്റിന് പുതിയ ഭാരവാഹികൾ. ജോളി ഡാനിയലാണ് പ്രസിഡന്റ്. വൈസ് പ്രസിഡന്റ് സുജിത് നായർ. സ്വപ്ന ഗോപാലകൃഷ്ണനാണ് സെക്രട്ടറി. ട്രഷററായി രോജൻ പണിക്കരെയും ജോയിന്റ് ട്രഷററായി ഷിജു വിൽസനെയും തെരഞ്ഞെടുത്തു. അജയ് അലക്സാണ് ബോർഡ് ഓഫ് ട്രസ്റ്റി വൈസ് ചെയർമാൻ. ജിദ്ദയിൽ കണ്ണൂർ പ്രവാസി കൂട്ടായ്മ രൂപീകരിച്ചു. കർഹറാജിൽ സംഘടിപ്പിച്ച സൗഹൃദ സംഗമത്തിൽ കൂട്ടായ്മയുടെ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ജിദ്ദയിൽ ജോലി ചെയ്യുന്ന കണ്ണൂർ ജില്ലയിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുത്തു. സുബൈർ പെരളശ്ശേരി ഉദ്ഘാടനം ചെയ്തു. അബ്ദുൽ അസീസ് ആറളം അധ്യക്ഷത വഹിച്ചു. സിദ്ദീഖ് പള്ളിപ്പറമ്പ് നന്ദി പറഞ്ഞു. ഇക്ബാൽ തില്ലങ്കേരി, താഹിർ പനങ്ങോട്, റിയാസ് ഇരിക്കൂർ എന്നിവർ പ്രസംഗിച്ചു. അബ്ദുൽ അസീസ് ആറളം പ്രസിഡന്റായും റിയാസ് ഇരിക്കൂർ സെക്രട്ടറിയായും സുബൈർ പെരളശ്ശേരി, ഫൈസൽ കണ്ണടിപ്പറമ്പ് എന്നിവർ ട്രഷറർമാരായും കമ്മിറ്റി രൂപീകരിച്ചു. സൗദിയിലെ സുരക്ഷാ ഉപകരണ വിൽപ്പന സേവന രംഗത്തെ പ്രമുഖരായ ഗോൾഡൻ സെക്യൂരിറ്റിയുടെ 6ാമത് ശാഖ റിയാദിൽ പ്രവർത്തനം തുടങ്ങി. ചുരുങ്ങിയ നിരക്കിൽ സെക്യൂരിറ്റി ഉപകരണങ്ങൾ ലഭ്യമാക്കുമെന്ന് ഫൗണ്ടർ ആൻഡ് CEO സാബിർ അലി, ജനറൽ മാനേജർ അയ്യൂബ് എന്നിവർ അറിയിച്ചു. റിയാദിലെ ഒലയ കമ്പ്യൂട്ടർ മാർക്കറ്റിലാണ് ഗോൾഡൻ സെക്യൂരിറ്റി ട്രേഡിംഗ് കമ്പനിയുടെ പുതിയ ഹോൾസെയിൽ ശാഖ പ്രവർത്തിക്കുന്നത്. സെക്യൂരിറ്റി ഉപകരണങ്ങളുടെ ലോകോത്തര ബ്രാൻഡായ ഹൈക്ക് വിഷന്റെ റിയാദിലെ എക്സ്ക്ലൂസീവ് വിതരണ കേന്ദ്രം കൂടിയാണ് ഈ ശാഖ. ഗോൾഡൻ സെക്യൂരിറ്റി മാനേജിംഗ് പാർട്ണർ ഖലീൽ മുഹമ്മദ് അൽ നജിമിന്റെ മാതാവ് ഫായിസ, ഷൻസ സാബിർ അലി, മുഹമ്മദ് ഷെസിൻ എന്നിവരാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഉപഭോക്താക്കൾക്ക് ചുരുങ്ങിയ നിരക്കിൽ സെക്യൂരിറ്റി ഉപകരണങ്ങൾ ലഭിക്കുമെന്ന് ഗോൾഡൻ സെക്യൂരിറ്റി ഫൗണ്ടർ ആൻഡ് CEO സാബിർ അലി, ജനറൽ മാനേജർ അയ്യൂബ് എന്നിവർ അറിയിച്ചു. നിരവധി സാധനങ്ങൾ സെക്യൂരിറ്റി സിസ്റ്റം സംബന്ധിച്ചുമായ എല്ലാവിധ ആക്സസറീസും ഇവിടെ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്നതാണ്. റിയാദിന് പുറത്തു നിന്ന് വരുന്ന ഒരുപാട് ആളുകൾക്ക് ഇനി ഗോൾഡൻ സെക്യൂരിറ്റി ഒലയിൽ നിന്നും സെക്യൂരിറ്റി സിസ്റ്റം സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നതാണ്. ഇനി ഹുവാവി ഇ കിറ്റ്, അതേപോലെ തന്നെ TP-Link,
മറ്റു നെറ്റ്വർക്ക് സംബന്ധമായ എല്ലാ ആക്സസറീസും ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ബിഗ് ഓഫർ ഉണ്ട്. ഓൺലൈനിലായാലും ശരി, ഇനി ഞങ്ങൾ നേരിട്ടായാലും ശരി, സൈറ്റിൽ സപ്പോർട്ടായാലും ശരി ഞങ്ങൾ ചെയ്യുന്നതാണ്. ഗോൾഡൻ സെക്യൂരിറ്റിയുടെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഞങ്ങൾ സിസ്റ്റം ഇന്റഗ്രേറ്ററിനും ഈ പ്രൊജക്ട് ആൾക്കാരെയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യലാണ് ഞങ്ങളുടെ ഉദ്ദേശം. അത് ഞങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഫ്രാങ്ക്, ടോണി, ആസാദ്, അല, ജുനൈദ് തുടങ്ങി ഹൈക്വിഷൻ പ്രതിനിധികളും ജീവനക്കാരും ഉപഭോക്താക്കളും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കടകൾക്ക് പ്രത്യേക നിരക്കിൽ ഉപകരണങ്ങളും സേവനങ്ങളും ഗോൾഡൻ സെക്യൂരിറ്റി നൽകുന്നുണ്ട്. ഖസീം, ബുറൈദ, ഹായിൽ, മദീന, റിയാദിലെ മലാസ്, ബത്ത എന്നിവിടങ്ങളിൽ ശാഖകൾ പ്രവർത്തിക്കുന്നുണ്ട്. 24 റിയാദ്. ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂൾ കുവൈറ്റ് 9ാം അത്ലറ്റിക് മീറ്റ് സംഘടിപ്പിച്ചു. അഹമ്മദി അൽ ഷബാബ് സ്റ്റേഡിയത്തിൽ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ സി രാധാകൃഷ്ണൻ, സ്കൂൾ ഡയറക്ടർ മലയിൽ മൂസക്കോയ, പ്രിൻസിപ്പൽ കെ വി ഇന്ദുലേഖ എന്നിവർ സല്യൂട്ട് സ്വീകരിച്ചു. തുടർന്ന് 600-ൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്ത എറോബിക്സ്, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ നൃത്തരൂപം കോർത്തിണക്കിയ വിദ്യാർത്ഥിനികൾ കാഴ്ചവെച്ച നൃത്യം, ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇവന്റുകൾ തുടങ്ങിയ വിവിധ പരിപാടികൾ നടന്നു. ഓവറോൾ ചാമ്പ്യന്മാരായ ഐഡിയൽ ഹൌസിന് സ്കൂൾ ഡയറക്ടർ മലയിൽ മൂസക്കോയ ചാമ്പ്യൻഷിപ്പ് ട്രോഫി സമ്മാനിച്ചു. ഓപ്പറേഷൻസ് മാനേജർ മുഹമ്മദ് ഇക്ബാൽ, പേസ് ഗ്രൂപ്പ് പ്രതിനിധി മുഹമ്മദ് ഹിഷാം, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ സലീം, പ്രധാനാധ്യാപിക ശ്രീദേവി തുടങ്ങിയവർ പങ്കെടുത്തു. ഖത്തറിലെ കണ്ണൂർ ജില്ലക്കാരുടെ സൗഹൃദ കൂട്ടായ്മയായ കുവാക് 24ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഗൽബിലെ കണ്ണൂർ സംഗീത നിശ 19-ന് നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അംഗങ്ങളുടെ സാമൂഹികക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങാവാനാണ് പരിപാടി. വൈകിട്ട് 7 മണിക്ക് റീജൻസി ഹാളിൽ നടക്കുന്ന പരിപാടി ഖത്തറിലെ ഇന്ത്യൻ അംബാസിഡർ വിപുൽ ഉദ്ഘാടനം ചെയ്യും. എംബസി, അപെക്സ് ബോഡി ഭാരവാഹികൾ, വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിക്കും. കണ്ണൂരിനെ അടിസ്ഥാനമാക്കി കുവാക് കലാകാരന്മാർ അവതരിപ്പിക്കുന്ന നൃത്തശില്പം വേദിയിൽ അരങ്ങേറും. തുടർന്ന് കണ്ണൂർ ഷെരീഫും പിന്നണി ഗായിക ശ്വേത അശോകും നയിക്കുന്ന സംഗീത നിശ. ഇവർക്കൊപ്പം ഖത്തറിൽ നിന്നുള്ള ശിവപ്രിയ സുരേഷ്, റിയാസ് കരിയോട് എന്നിവരും വേദിയിലെത്തും. ദേശീയദിനം പ്രമാണിച്ച് ഖത്തറിൽ തടവിൽ കഴിയുന്ന ഏതാനും പേരെ പൊതുമാപ്പ് നൽകി വിട്ടയക്കാൻ അമീർ ഷെയ്ഖ് തമീൻ ബിൻ ഹമദ് അൽത്താനി ഉത്തരവിട്ടു. ഗുരുതരമല്ലാത്ത കുറ്റകൃത്യങ്ങൾക്ക് വർഷങ്ങളായി തടവ് ശിക്ഷ അനുഭവിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട തടവുകാരെയാണ് വിട്ടയക്കുക. അതേസമയം മോചിപ്പിക്കപ്പെടുന്ന തടവുകാരുടെ വിവരങ്ങൾ ഖത്തറിലെ അതത് എംബസികൾക്ക് കൈമാറും. പ്രശസ്ത ബോളിവുഡ് ഗായിക നേഹ കക്കർ അവതരിപ്പിക്കുന്ന സംഗീത നിശ നാളെ ദോഹയിൽ അരങ്ങേറും. ദേശീയദിനമായ നാളെ ഏഷ്യൻ ടൗണിലെ ആംഫി തിയേറ്ററിൽ വൈകുന്നേരം 6:30-ക്കാണ് പരിപാടി. വിവിധ രാജ്യക്കാരായ സംഗീതാസ്വാദകർക്ക് വേണ്ടി വേദിയിലെത്തുന്നത് ഏറെ സന്തോഷകരമാണെന്ന് നേഹ പറഞ്ഞു. ഖത്തറിന് തന്റെ ഹൃദയത്തിൽ നിന്നും പ്രത്യേക സ്ഥാനമുണ്ട്. വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു നേഹ. പ്രമുഖ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായ റാമി പ്രൊഡക്ഷൻസ് ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുകയാണ്.